എറണാകുളത്ത് ആലുവയിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയെത്തുന്നു. അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. വാക്കുതർക്കത്തെ തുടർന്നാണ് കൊലപാതകം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. പ്രതിയായ യുവാവ് തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു കൊല ചെയ്ത സംഭവം. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് ആലുവയിൽ സംഭവിച്ചത് എന്ന്. തിയോഫിൻ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഒരു യുവതിയെ ലോഡ്ജിൽ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുക, അതിനുശേഷം വീഡിയോ കോൾ വിളിച്ച് തന്റെ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുക, ഇതാ ആ യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. എന്താണ് പോലീസ് ഈ സംഭവത്തിൽ വിശദീകരിക്കുന്നത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? മനു, രാവിലെ നമുക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആദ്യം തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു കൊലപാതക വാർത്തയാണ്. അത് നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് കൊല്ലം കുണ്ട്ര സ്വദേശിയായ അഖിലയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. നേര്യമംഗലം സ്വദേശിയായ ബിനു, ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ഇരുവരും ഈ ലോഡ്ജിൽ വന്ന് താമസിച്ചിരുന്നു. അതിനിടയിൽ രാത്രിയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തേക്ക് നയിച്ചതെന്നാണ് വിവരം. നേരത്തെയും ഇവർ ഈ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ആലുവ നഗരമധ്യത്തിൽ തന്നെയുള്ള ലോഡ്ജാണിത്. മുൻപും പലതവണ ഇവർ ഇവിടെ വന്ന് റൂമെടുത്ത് താമസിച്ചിട്ടുണ്ടെന്നാണ് ലോഡ്ജിലുള്ളവർ പറയുന്നത്. നേരത്തെ അപ്പോൾ ഇതിനുശേഷം, അതായത് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. വിവാഹം കഴിക്കണം എന്ന് യുവതി ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇത്രയും ആണ് നമുക്ക് ലഭ്യമായ പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയാനുണ്ട്. കാരണം ഈ കൊലപാതകം നടത്തിയ ശേഷം, ഷാൾ മുറുക്കി യുവതിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ബിനു സുഹൃത്തുക്കളെ ഈ വീഡിയോ കോൾ വിളിച്ച് വിവരം അറിയിച്ചു, അല്ലെങ്കിൽ കൊലപാതകം കാണിച്ചു. അങ്ങനെ ഈ സുഹൃത്തുക്കളാണ് പോലീസിന് വിവരം അറിയിച്ചത്. വിവരം അറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ യുവതിയെ, അഖിലയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാത്രി തന്നെ ലോഡ്ജിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ബിനു ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇയാളുടെ സുഹൃത്തുക്കളോടും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. രാവിലെ തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. എന്തായാലും അർദ്ധരാത്രി നടന്നിരിക്കുന്നത് ആലുവ നഗരമധ്യത്തിൽ തന്നെ ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നു. ഇനി ഇയാൾ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോ ഇവർ തമ്മിൽ രാത്രിയുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ പെട്ടെന്നുണ്ടായ കൊലപാതകമാണോ എന്നും ഈ രണ്ട് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോ, ഇവിടെ തിയോഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ചെയ്തു നോക്കൂ. ആ കൊലപാതകം നടത്തിയതിനു ശേഷം അത് വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയാളുടെ ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അല്ലെങ്കിൽ ഇതുപോലൊരു കൊല നടത്തി ആ കൊലപാതകത്തിന് ശേഷം ആ പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നത് സുഹൃത്തുക്കളെ വിളിച്ച് കാണിച്ചു കൊടുക്കില്ലല്ലോ. മനു, വളരെ ക്രൂരമായ ഒരു മാനസികാവസ്ഥ. അത് എങ്ങനെ നമുക്കത് വിശദീകരിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം അത്രയും ഒരു ക്രൂരമായ രീതിയിലാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഒരു തർക്കമുണ്ടാവുകയും വളരെ പെട്ടെന്ന് ആ തർക്കവും ഒരുപക്ഷെ അത് കയ്യേറ്റം അല്ലെങ്കിൽ പരസ്പരം വഴക്ക് കൂടി അത് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അത് സാധാരണ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ കൊലപാതകം നടത്തിയ ശേഷം ഒരു വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുക എന്നത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം. അങ്ങനെ കാരണം നേരത്തെ ചില സംഭവങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വിളിച്ചിട്ട് ഒരു പക്ഷേ മറ്റൊരാളെ വിളിച്ച് ഞാനിങ്ങനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. കൊലപാതകത്തിന് ശേഷം സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കുന്നു. ഈ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചപ്പോഴാണ് പോലീസ് സംഭവം അറിയുന്നത്. ആലുവയിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് വളരെ വേഗം തന്നെ ഇവർ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഈ അർദ്ധരാത്രി തന്നെ ലോഡ്ജിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ യുവതി മരിച്ച നിലയിൽ കാണുന്നതും ഉടൻ തന്നെ കസ്റ്റഡി ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് നീക്കാനുള്ള നടപടി പോലീസ് എടുത്തിരുന്നില്ല. പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ഇയാളെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ബിനു ഉള്ളത്. ഇയാളുടെ സുഹൃത്തുക്കളോട് ഇനി കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട്. മറ്റ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി ഇനി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റണം. അതോടൊപ്പം മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പോലീസിന് ഇനി പ്രധാനമായും അറിയേണ്ടത് ഇയാൾ നേരത്തെ തന്നെ ആസൂത്രണം, അതായത് കൊലപാതകം നടത്താനായി ഇയാൾ പ്ലാൻ ചെയ്ത് വന്നതാണോ, അതല്ല വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതാണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഇവർ നേരത്തെയും ഈ ലോഡ്ജിൽ മുൻപ് ഇവർ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ച് വന്ന് താമസിച്ചിരുന്നു. ഇന്നലെ രാത്രി ഈ യുവാവാണ് ബിനു ആദ്യം വന്നു. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞാണ് ഇവർ വന്നത്, ഈ അഖില വന്നത്. പിന്നീട് രാത്രിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. പക്ഷേ ലോഡ്ജിൽ ആരും ഈ സംഭവം എന്തെങ്കിലും ഒരു ശബ്ദമോ അനക്കമോ കേട്ടതായി ആരും പറയുന്നില്ല. ഈ കൊലപാതകം നടത്തിയ വിവരം പോലീസ് അറിഞ്ഞ്, അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്തുക്കൾ പോലീസിനെ അറിയിച്ച് പോലീസ് എത്തിയ ശേഷമാണ് സംഭവം അറിയുന്നത്. മനു,
ഇവിടെ ഈ യുവാവിന്റെ കൃത്യമായ സ്ഥലം, ഒപ്പം തന്നെ യുവതിയുടെ കൃത്യമായ സ്വദേശം, ഇതൊക്കെ എവിടെയാണ്? നേര്യമംഗലം, ഒപ്പം തന്നെ കൊല്ലം എന്ന് പറഞ്ഞു കേൾക്കുന്നു. കൃത്യമായിട്ട് എവിടെയാണ് തിയോഫിൻ? മനു, നിലവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് കൊല്ലം കുണ്ട്ര സ്വദേശിയാണ് ഈ അഖില. അതോടൊപ്പം നേര്യമംഗലം, ഇടുക്കി നേര്യമംഗലം സ്വദേശിയാണ് ബിനു എന്നാണ് അറിയുന്നത്. രണ്ട് ജില്ലക്കാരാണ്. ഇത്രയുമാണ് ലഭ്യമായ വിവരം. പക്ഷേ ഇത് നമുക്ക് പ്രാഥമികമായി ലഭ്യമായ വിവരമാണ്. കാരണം യുവാക്കൾ നൽകിയ വിവരം കൂടി കണക്കിലെടുത്തും പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലഭ്യമായിട്ടുള്ളത്. എന്തെങ്കിലും ഇതിനകത്ത് മാറ്റമുണ്ടോ എന്നറിയില്ല. കാരണം രാവിലെ നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കാത്തത് കൊണ്ടാണ് രാവിലെ നമുക്കത് 6 മണിക്ക് ആ വിവരം നൽകാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് കൊല്ലം കുണ്ടറ സ്വദേശിനിയായ അഖിലയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കൊലപ്പെടുത്തിയത് നേര്യമംഗലം സ്വദേശിയായ ബിനു. ഇത്രയുമാണ് വിവരം. ഇവർ നേരത്തെ ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു. ഇവരെങ്ങനെയാണ് സുഹൃത്തുക്കളായത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പോലീസ് നമ്മളോട് കാര്യം പങ്കുവച്ചിട്ടുണ്ടോ? കാരണം നേര്യമംഗലത്ത് നിന്ന് കുണ്ടറയിലുള്ള ഒരാളുമായിട്ട് എങ്ങനെ സൗഹൃദം സ്ഥാപിച്ചു, അവരെങ്ങനെയാണ് പരസ്പരം അടുത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ? വരും അത്തരം കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ സുഹൃത്തുക്കളെ, ഈ വിവരമറിയിച്ച സുഹൃത്തുക്കളെ ഉൾപ്പെടെ വിളിച്ച് പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടി പോലീസ് സ്ഥിരീകരണം ലഭിച്ച ശേഷമായിരിക്കും മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. എന്തായാലും ഈ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരും ലോഡ്ജിൽ വന്ന് താമസിക്കുന്നു. രാത്രി ഉണ്ടായ തർക്കം, അതും വിവാഹം കഴിക്കണം എന്ന് ഇവർ കാരണം എനിക്ക് തോന്നുന്നു, നമുക്കറിയാൻ കഴിയുന്നത് ഈ വിനു ഇവരെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ്. വിവാഹ വാഗ്ദാനം ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. എന്തായാലും തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിനെ തുടർന്ന് ഇത് തർക്കത്തിലേക്ക് പോവുകയും ഇയാൾ കൊലപാതകം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള ഒരു പ്രാഥമിക വിവരം. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കിനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇവർ തമ്മിൽ സൗഹൃദത്തിലായതെന്നും ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ എത്ര നാളത്തെ അടുപ്പമുണ്ട് എന്നതൊക്കെ ഇതുമായി നമുക്ക് ഇനി കൂടുതൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കൃത്യമായി നമുക്ക് പോലീസിൽ നിന്ന് പറഞ്ഞതുപോലെ അയാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, എന്നാൽ ആ യുവതിക്ക് വിവാഹം കഴിക്കണം എന്നതായിരുന്നു ആഗ്രഹം. ഒരുപക്ഷെ ഇയാൾ കൽപ്പിച്ച് ഉറപ്പിച്ച് വന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കൊലപാതകത്തിന് ശേഷം അത് വീഡിയോ കോൾ വിളിച്ച് തൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാനുള്ള ധൈര്യമൊക്കെ അയാൾക്ക് വന്നത്. ഒരു അബദ്ധത്തിലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്തിലോ സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ അതിന് അയാൾ മുതിരുകയില്ലായിരുന്നല്ലോ. മനു, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വന്ന് നടത്തിയ കൊലപാതകമാണോ, അതോ പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ ഉണ്ടായ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഒരു സംശയം ഇപ്പോഴും ഇയാൾ നേരത്തെ കരുതിക്കൂട്ടി വന്നതാണ് എന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളോടും ഉൾപ്പെടെ, കാരണം ഈ വിവരം നൽകിയ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. കാരണം ഇവർ എത്ര കാലത്തോളം പരിചയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇയാൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നോ എന്ന കാര്യം കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നാവും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള കൊലപാതകമാണോ എന്ന സംശയം പോലീസിനുണ്ട്. എങ്കിൽ കൂടി അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതോ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിനിടെ ഉണ്ടായതാണോ എന്നതാണ്. ഇതിൽ എന്താണ് സംഭവം എന്നാണ് സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും വളരെ ക്രൂരമായൊരു കൊലപാതകം രാത്രി ആലുവയിൽ ഉണ്ടായിരിക്കുന്നു. ആ വിവരം പുലർച്ചെയാണെന്ന് വിവരം പുറത്തറിയുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചത്. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും രാവിലെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു കൊലപാതകത്തിന്റെ ദാരുണമായ വാർത്തയാണ്. ആലുവയിൽ ലോഡ്ജിൽ ഒരു പെൺകുട്ടിയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. അവർ സുഹൃത്തുക്കളായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് ആ പെൺകുട്ടി ഇയാളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ അതിന് താല്പര്യമില്ലായിരുന്നു. അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നുമാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നമുക്ക് നൽകുന്ന വിവരമെന്ന് പറയുന്നത്. ഏറ്റവും ക്രൂരമായ കാര്യം, ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അയാൾ ഒരു കൂസലുമില്ലാതെ തൻ്റെ സുഹൃത്തുക്കളെ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കാണിച്ചു കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സുഹൃത്തുക്കൾ വഴിയാണ് പിന്നീട് പോലീസിലേക്ക് എത്തുന്നതും പോലീസ് ഈ ലോഡ്ജിലെത്തുന്നതും പിന്നീട് ഇയാളെ പിടികൂടുന്നതുമൊക്കെ. ഏതായാലും എന്താണ് കൊലപാതക കാരണം? ഈ കേവലം ഇന്നലെ രാത്രി ഉണ്ടായ വാക്കുതർക്കം മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാലങ്ങളായി ഉണ്ടായിരുന്നുവോ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് ഇവർ തമ്മിൽ സൗഹൃദത്തിലായത്? ഒരുപാട് ദൂരെയുള്ള രണ്ട് വ്യക്തികളാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് അതിരുകളില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്രയും അകലെ നിന്ന് എങ്ങനെ അവർ സൗഹൃദത്തിലായി? ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ പഠനകാലത്താണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നു എന്നതാണ് ഈ സമയത്ത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.